നമ്മൾ ഒരു മഹാത്മാവിനെ, അദ്ദേഹത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഓർമ്മിക്കുന്ന ഒരു ദിവസമായിട്ട് കൂടി ആഘോഷിക്കുകയാണ്. കലാമണ്ഡലത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ഞങ്ങളുടെയൊക്കെ കൗമാര കാലങ്ങളിൽ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്ന ചെണ്ടകലാകാരൻ പല്ലശ്ശന ചന്ദ്രമന്നാടി ആശാൻ്റെ ജന്മശതാബ്ദിയാണ്. മന്നാടി ആശാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികമൊക്കെ പറയാനുണ്ടാവും. പക്ഷേ ഏറ്റവും പ്രത്യേകത, ആദ്യത്തെ ഒരടി, തിരശ്ശീല പിടിച്ച ആദ്യത്തെ ഒരടിയിൽ തന്നെ മന്നാടി ആശാൻ അരങ്ങത്ത് വന്നുല്ലോ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ആ ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദം. രാമൻകുട്ടി ആശാൻ്റെയൊക്കെ ഉത്ഭവത്തിനും നരകാസുരനുമൊക്കെ തൻ്റെ ആ വട്ടക്കണ്ണട കൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നിന്ന് കൊട്ടുന്ന ആശാൻ്റെ ആ ഒരു ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടത്തുന്നത് മന്നാടി ആശാൻ്റെ തന്നെ ശിഷ്യനും നമുക്കെല്ലാം വളരെയധികം പ്രിയപ്പെട്ട കലാകാരനുമായ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനാണ്. നേരത്തെ പറഞ്ഞത് പന്തത്തിൽ നിന്ന്, തിരിയിൽ നിന്ന് കൊളുത്തിയ പന്തം എന്ന് പറയുന്നത് പോലെ അതിനപ്പുറത്ത് പന്തത്തിൽ നിന്ന് കൊളുത്തിയ ഒരു അഗ്നിജ്വാല എന്ന് പറയാവുന്ന വിധത്തിലാണ് ഉണ്ണികൃഷ്ണൻ. ഇന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ള കഥകളി മേളം, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ്റെ കഥകളി മേളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെയാണ് സൂക്ഷിക്കുന്നത്, അതിൻ്റെ ഒരു തുടർച്ചയാണ് സൂക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധാരാളം നമുക്കതിന് തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും, അതൊന്നും ഇവിടെ പറയുന്നില്ല. എന്തായാലും ഇതിന് അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ ദീർഘകാലം പഠിപ്പിച്ചു. ശിഷ്യൻ എന്നതിലുപരിയായിട്ട് രണ്ടാം ചെണ്ടക്കാരനായി കൂടെ നടന്നിട്ടുണ്ട്. അങ്ങനെ മന്നാടി ആശാൻ്റെ എല്ലാ വിധത്തിലുമുള്ള സവിശേഷതകളും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പറയാനുള്ള ശേഷി നേടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണനെ ഈ പ്രഭാഷണം നിർവഹിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. സദസ്സിലെ എല്ലാ കഥകളി ആസ്വാദകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തൃശ്ശൂർ ക്ലബ്ബിൽ നിരവധി കാലമായി കഥകളിക്ക് പങ്കെടുത്ത ഓർമ്മകളുണ്ട്. അതായത് കുട്ടിക്കാലം മുതൽ തന്നെ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒരു 1974 മുതൽ എന്ന് വിചാരിക്കാം. എൻ്റെ അരങ്ങേറ്റം 73-ലാണായത്. അതിനെ തുടർന്നുള്ള കലാമണ്ഡലത്തിൻ്റെ കളികൾക്കൊക്കെ ആശാന്മാർക്കൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ വരുന്നത് വളരെ പേടിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല എന്നല്ല, ആരെയും ബഹുമാനക്കുറവ് കൊണ്ട് പറയുന്നതല്ല. അതിലെ സംഘാടനത്തിലും കാണികളിലും എല്ലാം നിറഞ്ഞ ഒരു കഥകളി കലാകാരന്മാരുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഈ കാഴ്ചക്കാരിലും അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയും ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുന്നതിന് സന്തോഷമുണ്ട്. നേരത്തെ കൃഷ്ണമാഷ് പറഞ്ഞതുപോലെ തന്നെ കലാമണ്ഡലം ചന്ദ്രമന്നാടി ആശാൻ്റെ 100ാം ജന്മവാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു സംസാരമാണ് ഇത്. ശരിക്ക് മറ്റു പലരും
സംസാരിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പല സ്ഥലത്തും ചന്ദ്രബന്നയുടെ അച്ഛനെക്കുറിച്ച് ഇത്ര പറയാനോ ഓർമ്മയിലോ ഇല്ലാത്തത് കാരണം പലപ്പോഴും ഞങ്ങൾ തന്നെ സംസാരിക്കുകയുണ്ടായത്. ആ 100-ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായുള്ള പ്രഭാഷണം അപ്പോൾ എല്ലാ കഥകളി ക്ലബ്ബുകളിലേക്കും ഞങ്ങൾ വിവരം കൊടുത്തിരുന്നു. അങ്ങനെ ആശാൻ്റെ അനുസ്മരണം നടത്തിയാൽ തെറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വാർഷികത്തിൻ്റെ സമാപനം ഈ ജനുവരി 15-ന് പല്ലശ്ശനയിൽ വെച്ചാണ്. രാവിലെ 8:30 മുതൽ കേളി, സംഗീത കച്ചേരി, തായമ്പക, മേളം, നൃത്തം, കണ്യാർകളി, പുറപ്പാട്, മേളപ്പദം, കഥകളി, ഒരു പുസ്തക പ്രകാശനം എന്നീ രാത്രി 1 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ട്. എല്ലാവരെയും അവിടേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുഭിക്ഷമായ ഭക്ഷണം, ഇരിക്കാനുള്ള ഇരിപ്പിടം, അല്ലലില്ലാതെ നടക്കാനുള്ള സ്ഥലം, പഴയകാവ് ദേവസ്ഥത്തിൻ്റെ പഴയകാവ് അമ്മയെ തൊഴുകയും ചെയ്യാം. ഇതാണ് ഞങ്ങൾ തരുന്ന വാഗ്ദാനം. ചന്ദ്രബന്നയുടെ അച്ഛൻ പല്ലശ്ശനയിൽ അദ്ദേഹം ഈ മൈക്ക് നിൽക്കുന്നില്ല കേട്ടോ. തൊള്ളായിരത്തി 1925 അദ്ദേഹം ജനിച്ചത്. 1925 ജനിച്ച് ഒരു 10-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം നടന്നു. അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചത്. തുടർന്ന് ഒരു 10 വർഷം കൂടി അദ്ദേഹം തായമ്പകയും അത്യാവശ്യം മേളം ഒക്കെയായി നടന്നു. 20 വയസ്സിന് ശേഷം കോട്ടയ്ക്കൽ കുട്ടന്മാരാശാൻ്റെ അടുക്കൽ കുട്ട് പഠിക്കാൻ വേണ്ടി പോയി. ഏകദേശം 30 വയസ്സിൽ ഗാന്ധി സേവാ സദനത്തിൽ അധ്യാപകനായി. പിന്നീട് 40 വയസ്സിൽ കലാമണ്ഡലത്തിൽ അധ്യാപകനായി. 66-ൽ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി സമയത്ത് അവിടുന്ന് പിരിയുകയും ചെയ്തു. പിന്നീട് ഒരു 10 വർഷം കൂടി അദ്ദേഹം കുറച്ചു കാലം കൊട്ടിയും കുറച്ചു കാലം കൊട്ടാതെയും ഇരുന്ന് 99-ൽ അദ്ദേഹം അന്തരിച്ചു. ഇങ്ങനെ ഒരു 3-4 കാലഘട്ടങ്ങളാണ് ഇപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിലുള്ളത്. ഇതിൽ ആദ്യത്തെ ഒരു 20 വർഷം അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് ഒരു സാധാരണ കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. 4 പേരാണ് മക്കളുള്ളത്. 2-ാമത്തെ മകനാണ് ചന്ദ്രൻ. മറ്റാർക്കും ഈ കൊട്ട് പാരമ്പര്യങ്ങളൊന്നുമില്ല. അച്ഛൻ കൊട്ടുകാരനാണ്. അച്ഛൻ തന്നെയാണ് കൃഷ്ണമന്നാടിയാർ. അച്ഛൻ തന്നെയാണ് ചന്ദ്രനെ കൊട്ടുപിടിപ്പിച്ചത്. തായമ്പകയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നത്. എന്നെ വിളിക്കണ്ട. അപ്പോൾ ഈ അരങ്ങേറ്റം കഴിഞ്ഞ് 10 വർഷം ഈ നാട്യസംഘത്തിൻ്റെ കളികൾ അക്കാലത്ത് നാട്യസംഘം തുടങ്ങി കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. നാടക ട്രൂപ്പ് കഥകളിയായി രൂപാന്തരപ്പെട്ട് പിന്നീട് അതിന്ന് കഥകളിക്ക് ഇങ്ങനെ പോയി വരുന്നേ ഉള്ളൂ. ഞാൻ TS കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അക്കാലത്തെക്കുറിച്ച് ഉള്ള സംസാരങ്ങളിൽ ഇടപെടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണെന്നറിയാലോ. ഈ
കോട്ടക്കൽ നാട്യസംഘത്തിൻ്റെ കഥകളി കണ്ട് ഈ പല്ലശ്ശനയിൽ തന്നെ ഉള്ള ഒരു വൈദ്യരാണ് ഈ ചന്ദ്രവൻ നാടിയാശാനെ കഥകളിക്കൂട്ടിന് വേണ്ടി കുട്ടന്മാരാശാൻ്റെ അടുക്കിലേക്ക് ഏൽപ്പിക്കുന്നത്. അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല പറഞ്ഞയക്കാൻ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയുണ്ടായത്. പക്ഷേ ചന്ദ്രവൻ നാടിയാശാൻ കുട്ടന്മാരാശാൻ്റെ അടുക്കൽ പോയി. അവിടെയും അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിൽ നിന്ന് ചേർന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. കോട്ടക്കൽ നാട്യസംഘത്തിലുണ്ടായിരുന്ന മറ്റു പല അധ്യാപകരും കൂടി സഹായം കൂടിയും ചെയ്താണ് ആശാൻ അവിടെ നിന്ന് കുട്ടന്മാരാശാൻ്റെ അടുക്കൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ളതോ ഒക്കെ ആയിട്ടുള്ളത് ഉണ്ടാക്കിയത്. അങ്ങനെ അവിടെ 20 കൊല്ലം നിന്ന്, അല്ലെങ്കിൽ 10 കൊല്ലം 20 വയസ്സ് വരെ നിന്നതിൽ തായമ്പക കൊട്ടുന്ന കാലത്ത്, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി തുടങ്ങിയ കാലത്ത് ആശാൻ പലസ്തീനയിലേക്ക് തിരിച്ചു വരും. പിന്നീട് വർഷക്കാലത്ത് ഇടക്കാലത്തായി ഉള്ള അഭ്യാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ശരിക്ക് കോട്ടയ്ക്കൽ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതായിട്ട് വരും. യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത അക്കാലത്ത് ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടന്മാരാശാൻ ചിലപ്പോൾ കോട്ടയ്ക്കൽ തന്നെ എത്തിയാൽ ക്ലാസ് എടുക്കുന്നത് വളരെ കുറവാകും. അപ്പോൾ കളിസ്ഥലത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കണ്ട്, ഒരുപക്ഷെ അവരൊരു കളി കഴിഞ്ഞാൽ 2 ദിവസം ഒരു സ്ഥലത്ത് താമസിച്ച് പിന്നെ അടുത്ത കളിക്ക് പോകുന്ന ഒരു സമ്പ്രദായമാണത്രേ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ തിരിച്ച് ദിവസേന പോയി വരുന്ന ഒരു ശീലം യാത്രാ സൗകര്യത്തിൻ്റെ കുറവ് കാരണം ഉണ്ടായിരുന്നില്ല എന്നാണ് അറിവ്. എങ്ങനെയും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൊട്ട് പഠനം ഈ കോട്ടയ്ക്കലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൊല്ലിയാട്ടക്കളരിയിൽ എത്ര കണ്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്നതൊക്കെ വളരെ കുറവായിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പട്ടിക്കാന്തുടി രാമുണ്ണിവാസൻ കോട്ടയ്ക്കൽ നിന്ന് പിരിഞ്ഞ് പോരുന്ന കാലത്തുള്ള ഒരു ധർമ്മപുത്രർക്ക് അദ്ദേഹം കൊട്ടിയതായും പറയുന്നുണ്ട്. ചന്ദ്രവൻ നാടിയാശാൻ ഈ രാമുണ്ണിവാസൻ്റെ വേഷത്തിന് ആദ്യം കുട്ടന്മാരാശാൻ ആദ്യത്തെ രംഗം കൊട്ടി, രണ്ടാമത്തെ രംഗം മുതൽ കൃഷ്ണൻ്റെ രംഗം കഴിയുന്നത് വരെ ചന്ദ്രവൻ നാടിയാശാനാണ് കൊട്ടിയത് എന്നും ആ കൊട്ട് കണ്ട് കേട്ട് രാമുണ്ണിവാസൻ അദ്ദേഹത്തെ അനുമോദിച്ചതായും പറയുന്നുണ്ട്. സദനത്തിലെത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഒരു കളരിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അരങ്ങിൽ കഥകളി വേഷത്തിന് കൊട്ടുന്നതിനുള്ള ഒരു പ്രാപ്തി പതുക്കെ പതുക്കെ ഉണ്ടായത് എന്നാണ് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സദനം ദിവാകരൻ, സദനം വാസുദേവൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു 3.5 മാസം മാത്രമേ ഗാന്ധി സേവാ സദനത്തിൽ ചന്ദ്രവൻ നാടിയാശാൻ്റെ ശിഷ്യനായിട്ടുണ്ടായിട്ടുള്ളൂ. അതുവരെ ഈ പഠിപ്പിച്ചതിൽ സദനം ദിവാകരൻ പൂർണ്ണമായും, സദനം വാസുദേവനും അതുപോലെ പൂർണ്ണമായും ചന്ദ്രവൻ നാടിയാശാൻ പഠിപ്പിച്ചവരാണ്. അപ്പോൾ തായമ്പകയോടാണ് ഇദ്ദേഹത്തിൻ്റെ കൊട്ടിന് കൂടുതൽ ആഭിമുഖ്യം ഉള്ളത്. അത് പഠിപ്പിക്കുന്നവരും അങ്ങനെ തന്നെയായിരുന്നു. സദനം ദിവാകരൻ ഗാന്ധി സേവാ സദനത്തിലെ കോഴ്സ് കഴിഞ്ഞ് പോയി പിന്നീട് 2 വർഷം കഴിഞ്ഞ് വീണ്ടും തായമ്പകയുടെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചന്ദ്രവൻ നാടിയാശാൻ്റെ അടുക്കൽ വന്നതായും പറയുന്നുണ്ട്. സദനത്തിൽ നിന്ന് കലാമണ്ഡലത്തിൽ കൃഷ്ണൻകുട്ടി പുതുവളസാൻ അവിടുന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പിന്നെ അവിടേക്ക് ആരാണ് വേണ്ടത് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമായാണ്
ചന്ദ്രബൻ നടേശനെ നേരെ വിസിറ്റിംഗ് പ്രൊഫസറായി അല്ലെങ്കിൽ വകുപ്പ് അധ്യക്ഷനായി നിയമിക്കുന്നത്. ഈ കലാമണ്ഡലത്തിൽ എത്തുന്ന ഘട്ടം വരെ ആയപ്പോഴേക്കും ചന്ദ്രബൻ നടേശൻ്റെ കൊട്ടിൻ്റെ രൂപങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ ചന്ദ്രബൻ നടേശൻ്റെ കൊട്ട് ആയി രൂപാന്തരപ്പെട്ടിരിക്കണം. ഞാനത് കുട്ടമാരാശാൻ്റെ കൊട്ട് ഒരുപക്ഷെ കൃഷ്ണമാഷ് കേട്ടൊരു അറിവുണ്ടോ, മനസ്സിൽ നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ. അല്ല, കേട്ടിട്ടില്ല എന്നല്ല പറയണത്. ഈ ആട്ടശൈലി കൊട്ടിൻ്റെ ഞങ്ങളുടെ മനസ്സിലൊക്കെ 4 വാദ്യ അല്ലെങ്കിൽ ചെണ്ട ആചാര്യന്മാരാണ് ഉള്ളത്. കൃഷ്ണൻകുട്ടി പുതുവളാശാൻ, കുട്ടമാരാശാൻ, ചന്ദ്രബൻ നടേശൻ, അച്ചുണ്ണി പുതുവളാശാൻ. ഇത് ഞങ്ങൾക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ പലരും പറയുന്നതും അറിയാം. പിന്നെ കൃഷ്ണൻകുട്ടി പുതുവളാശാൻ്റെ ആ കൊട്ട്, അത് മുദ്രയും ഭാവവും അറിഞ്ഞുള്ള കൊട്ട്. അതിൽ നടകളുടെ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഒരു പുഴ കാണുകയാണെങ്കിൽ ഇങ്ങനെ കൊട്ടാം. ഇങ്ങനെ കൊട്ടിയാൽ ഇപ്പോൾ നമ്മൾ എന്താണ് അവിടെ കാണുന്നത് എന്ന് വ്യക്തമാവും. ആ വ്യക്തമാക്കലാണ് പുതുവളാശാൻ ചെയ്തിരുന്നത്. അത് ഇപ്പോൾ ഗണന 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 ഗണനക എന്നുള്ള ഒരു കൊട്ട് നമുക്ക് വേഗം പറയേണ്ടതാണ് എന്ന് വിചാരിക്കുക. അത് ഈ വലയിൽ നിന്ന് അല്ലെങ്കിൽ കടലിൽ നിന്ന് വല കൊണ്ട് മീൻ പിടിച്ച് ആ മീൻ വലയിൽ കിടന്നിങ്ങനെ ഇളകുന്ന എന്നുള്ളൊരു കൊട്ടാണ് വിചാരിക്കുക. ഗണന 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 ഗണന. ഇത് ചില മത്സ്യങ്ങൾ അങ്ങോട്ട് കുതിക്കുന്നു, ചില മത്സ്യങ്ങൾ കുതിക്കാൻ പറ്റാണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൊട്ടാണ് പുതുവളാശാൻ കൊട്ട്. വെച്ചാൽ അപ്പോൾ അതിൽ കിടന്നിട്ട് ഇങ്ങനെ പരക്കം പാഴുന്നതായിട്ട് അങ്ങോട്ട് തോന്നും. അപ്പോൾ ഞാൻ ഈ പുതുവളാശാൻ്റെ കൊട്ടിൻ്റെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വ്യക്തമായി എന്നല്ല, ഏകദേശം ഛായ അത്തരത്തിലാണ്. കുട്ടമാരാശാൻ്റെ കുട്ടമാരാശാൻ മിക്കവാറും അല്ലെങ്കിൽ കൊട്ടിനാണ് അതിൻ്റെ ഒഴുക്കിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. എനിക്ക് കലാശങ്ങളുടെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊട്ടി വരുന്ന കലാശങ്ങളുടെ തീരുമാനങ്ങൾ വളരെ കുറവായിരുന്നു. അതായത് അഡ്ഡ് എന്നുള്ളത് ഒരു 5 or 6 ചെമ്പടവട്ടം നീണ്ടു നിൽക്കുമ്പോൾ അതിന് ശേഷമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ആ കൊട്ടിൻ്റെ ഒരു ഒഴുക്ക് അതിങ്ങനെ ആശാൻ്റെ നിൽപ്പ് തന്നെ കണ്ട മനസ്സിലാവും. തല ഇങ്ങനെ ഉയർത്തി ചെണ്ട താഴ്ത്തി ഇട്ടിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് കൊട്ട്. ഇപ്പോഴത്തെ നമുക്ക് കുട്ടമാരാശാൻ്റെ ശരിക്കും യഥാർത്ഥ കൊട്ട് അല്ലെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടയ്ക്കൽ ഉണ്ണീഷൻ്റെ അടുക്കലാണുള്ളത്. കുട്ടമാരാശാൻ്റെ മുഴുവനായിട്ട് പഠിപ്പിച്ച ഇപ്പോൾ നിലനിൽക്കുന്ന കുട്ടമാരാശാൻ്റെ ശൈലിയിലുള്ള കൊട്ട് കോട്ടയ്ക്കൽ ഉണ്ണീഷൻ. ഇപ്പോൾ ഇവർക്കാർക്കും പ്രസാദനോ വിജയരാഘവനോ അറിയില്ല എന്നല്ല, പക്ഷേ ഇപ്പോഴും അത് ഉള്ളത് ഉണ്ണീഷന് മറ്റു കൊട്ടുകളൊന്നും കേൾക്കേണ്ട സാഹചര്യം അധികം ഇല്ലാത്തത് കൊണ്ട് അതിപ്പോഴും ഉണ്ണീഷൻ്റെ അടുത്താണ് ഉള്ളത്. എങ്ങനെയും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അച്ചുണ്ണി പുതുവളാശാൻ്റെ കൊട്ട്. വളരെ ആവശ്യത്തിന് മാത്രം കൊട്ടുന്ന ഉരുളുകൈ ധാരാളമില്ലാത്ത ഒരു കൊട്ടാണ് അച്ചുണ്ണി പുതുവളാശാൻ്റെ. ചന്ദ്രബൻ നടേശൻ്റെ കൊട്ട് ഇതിൽ നിന്നും വ്യത്യസ്തമാക്കി എന്ന് പറയാനാണ് ഞാൻ എൻ്റെ
ദൗത്യം അത് ശരിക്ക് അതാണ് ശരിക്ക്. ചന്ദ്രമോഹൻ നടേശൻ എന്താണ് ചെയ്തത് ചോദിച്ചാൽ ആട്ടത്തിന് കൊട്ട് ഉണ്ടാക്കി എന്ന് ഒറ്റ വാക്കിൽ പറയാം. അതായത് മുദ്രയ്ക്ക് കൊട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് മുദ്രയ്ക്ക് കൊട്ടൽ നേരത്തെ ഇല്ലേ എന്ന് ചോദിച്ചാൽ മുദ്രയ്ക്ക് കൊട്ടലുണ്ട്. ആ മുദ്രയ്ക്ക് കൊട്ടുന്നതൊരു വ്യക്തമായ, ഞങ്ങളെ കളരിയിൽ പഠിപ്പിക്കുമ്പോൾ ഡേങ്ങണ്ണക്കിന്നതരക ഡൂറിന്നതരകാം ദരികിടത് കതരകാം ഡ ദരികിടത് ദരികിടത് കതരകാം ഡഡ് ഡൂർ ഡ ഗിന്നതരക ഡൂറിന്നതരക ഡഡ് ഡൂർ ഡ ഡ ദരികിടത് 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 കിണതരകാം ഡഡ് ഡഡ് ഡ ഡ ഇന്നതരക ഡഡ് ഡൂർ ഡ. ഈ ഇങ്ങനെ തിത്തിത്തയിൽ ഒതുങ്ങുന്ന മുദ്രയ്ക്കുള്ള കൊട്ട്, ഈ കൊട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ മുദ്രകൾ കഴിയുന്നുണ്ടാവും, പക്ഷെ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ കൊട്ടും അതിൽ വരുന്നുണ്ടാവും. ആ മുറിയലില്ല. മനസ്സിലായോ? ഡഗതിരികിടത് ആ ഡഗതിരികിടത് എല്ലാം ആയിക്കോട്ടെ, സന്തോഷം എന്നായിക്കോട്ടെ, മറ്റെന്തെങ്കിലും വിരലുകൾ ഇളകുന്ന മുദ്രകൾ ഏതാവട്ടെ, അത് ചിലപ്പോൾ ഒരു തിത്തിത്തയാവും, ചിലപ്പോൾ 2 തിത്തിത്തയാവും, 3 തിത്തിത്തയാവും. ആ നീളം അതിൻ്റെ കാലം അനുസരിച്ച് ഈ തിത്തിത്തൈ എണ്ണം കൂടുന്നു എന്ന് ഒഴിച്ചാൽ, അപ്പോൾ ആ 3 താളത്തിലാണോ കഴിയേണ്ടത്? അതിൽ കഴിയുന്നു. അവിടെ നിർത്തും ആ മുദ്രകൾ, അല്ലെങ്കിൽ ആ മുദ്ര കഴിയുന്നതിനനുസരിച്ച് കൊട്ട അവിടെ കഴിയും. എങ്ങനെയാലും ഈ മുദ്രാഭാഷ അല്ലെങ്കിൽ ആ മുദ്രയ്ക്കുള്ള കൊട്ടിനെ രൂപാന്തരപ്പെടുത്താൻ ആശാന് സാധിച്ചു. ആശാന് പലപ്പോഴും പറയാറുണ്ട്, കലാമണ്ഡലത്തിൻ്റെ ആട്ടമേള ശൈലിയാണ് നല്ലത്, അങ്ങനെയാണ് അത് നിലനിൽക്കുകയും വേണ്ടത് എന്നുള്ളത്. ഇതിന് ഞാൻ ആശാൻ ഇങ്ങനെ ചെയ്യുന്നതിന് ആശാൻ മാത്രമാണ് ഇത് ഉണ്ടാക്കിയത് എന്നും ഞാൻ 100% പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കലാമണ്ഡലത്തിൽ കോട്ടയ്ക്കൽ പോയതിന് ശേഷം, അതായത് 20 കൊല്ലത്തിന് ശേഷം ഗാന്ധി സേവാ സദനത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ കുമാരനാശാൻ മുതലുള്ള ആശാന്മാരുടെ സഹവാസം, അല്ലെങ്കിൽ കളരിയായി കുറേശ്ശെ അദ്ദേഹത്തിന് ഒരു ധൈര്യം വന്ന് പഠിപ്പിക്കുന്ന കാലം, നേരത്തെ പറഞ്ഞ സദനം വാസു, ശ്രീ ദിവാകരൻ തുടങ്ങിയിട്ടുള്ളവരെ പഠിപ്പിച്ച പരിചയം, നിരവധി കളിക്ക് പോയിട്ടുള്ള പരിചയം, ഇതിനൊക്കെ അങ്ങനെ ആശാനിലെ ഒരു കഥകളി മേളത്തിൻ്റെ കലാകാരൻ വളർന്ന് ഏകദേശം ഒരു ഉറയ്ക്കുന്ന ശൈലിയിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ആശാൻ കലാമണ്ഡലത്തിലേക്ക് പോകുന്നത്. ഈ കലാമണ്ഡലത്തിലേക്ക് പോയപ്പോൾ ആശാൻ സത്യം പറഞ്ഞാൽ അല്പം ഒരു, നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരു പതറിപ്പോയിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ആവാം. അതായത് കുഞ്ചു നാരാശാൻ മുതൽ രാമകുട്ടി നാരാശാൻ, പത്മനാരാശാൻ, ഗോപിയാശാൻ തുടങ്ങിയ വേഷക്കാർ, പുട്ടിപ്പുതുളാശാൻ, നാരായണ നമ്പീശൻ തുടങ്ങിയ മറ്റുള്ള കലാകാരന്മാർ, നമ്പീശാശാൻ, ഗംഗാരശൻ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒരു കഥകളി അരങ്ങിൽ നല്ല തികഞ്ഞ ആചാര്യന്മാരുള്ളിടത്തേക്കാണ് ഈ കോട്ടയ്ക്കൽ നിന്ന് അല്പം ചൊല്ലിയാട്ടവും കുട്ടമാരസാൻ്റെ പഠനവും കഴിഞ്ഞ് സദനത്തിൽ നിന്ന് കിട്ടിയ അറിവും വെച്ച് കലാമണ്ഡലത്തിലേക്ക് ചെല്ലുന്നത്. ആശാൻ എപ്പോഴും ഞാൻ ചിട്ടയിൽ എനിക്ക് ഉറച്ച ബോധമുണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കൊട്ടുന്നതിന് അദ്ദേഹത്തിന് നല്ല ഉറപ്പും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ കലാമണ്ഡലത്തിൽ വന്ന് സർവീസ് തുടങ്ങിയ കാലം മുതൽ പിരിയുന്നത് വരെ അച്ചുണ്ണിപ്പുതുളാശാനായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹവാസം. ഒന്നിച്ച് ഒരു റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. കലാമണ്ഡലത്തിൽ അക്കാലത്ത് രാത്രി ക്ലാസ് ഉള്ള കാലമായിരുന്നു. അപ്പോൾ രാവിലെ സാധകത്തിന് അച്ചുണ്ണിപ്പുതുളാശാൻ 4:30 മുതൽ 5:30 വരെ പോവുകയാണെങ്കിൽ
5:30 ശേഷം മണ്ണിടേശൻ പോവും. തിരിച്ചാണെങ്കിൽ ആ 4:30 മണ്ണിടേശൻ പോവും. എങ്ങനെയും സാധകത്തിൻ്റെ ആ സാധകം ചെയ്യിപ്പിക്കുന്നതിൽ, അതിൻ്റെ തക്കിട്ട മറയ്ക്കുന്നതിൽ, അല്ലെങ്കിൽ തരികിടയുടെ നീറുകോൽ കൊട്ടുന്നതിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് കൊട്ടി പരിശീലിപ്പിക്കുന്നത് ചന്ദ്രബനടിശാൻ വളരെ കൃത്യമായി ചെയ്തിരുന്നു. അപ്പോൾ തരികിട 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 എന്ന് കൊട്ടിയാൽ പോരാ. തരികിട 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 അതിങ്ങനെ വേഗത്തിനനുസരിച്ച് നമ്മൾ തരികിട 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 ഇങ്ങനെ കൊട്ടി നേറുകോലിന് അമരമുണ്ടാക്കുകയും സാധകത്തിൻ്റെ ഇങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നല്ല, ആശാൻ്റെ ഉരുളുകൈൻ്റെ സ്വാദൊന്നും നമുക്ക് എങ്ങനെയും കിട്ടാൻ കുറവാണ്. അപ്പോൾ അങ്ങനെ സാധകം ചെയ്യിപ്പിക്കുന്നത് ചെയ്തിരുന്നു. കളരിയിൽ ഞാൻ 2 തരത്തിലുള്ള അധ്യാപകരുടെ ചൊല്ലിയാട്ടക്കളരിയിൽ 2 പേരും ചൊല്ലിയാട്ടം തുടങ്ങുന്നത് വരെ പോവില്ല. സുന്നിപ്പോളാശാൻ പത്മനാഭന്റെ കളരിക്കാണ് മിക്കവാറും പോവുക. രാമൂട്ടിശാൻ്റെ കളരിക്കയിൽ മുതിർന്ന ഏതെങ്കിലും സീനിയർ കുട്ടികളാവും. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ 2 കളരിയുടെയും ശ്രദ്ധ ഇവർ 2 പേരിലും ഉണ്ടാവും. അച്ഛനിപ്പോളാശാൻ അവിടെ ചൊല്ലിയാട്ട കളരിയിൽ കൊട്ട് തെറ്റിയാൽ അപ്പം അറിയും, ഉടനെ പോകും കളരിയിലേക്ക്. ചൊല്ലിയാട്ടം അവിടെ നിർത്തിക്കും. പത്മനാഭരെ അവിടെ ഇത് ഒന്ന് ശരിയാക്കട്ടെ എന്ന് പറയും. ഇത് ശരിയാക്കുന്നതിനോടൊപ്പം ഇവനെയും കൂടി ശരിയാക്കിയിട്ടേ ആശാൻ അവിടെ അന്നത്തെ ഉച്ച വരെയുള്ള ക്ലാസ് കഴിയുള്ളൂ. അടി എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം കൊടുക്കും. പത്മനാഭരസനും ഇത് കണ്ടാൽ പിന്നെ ആശാനും ഉഷാറ് കൂടും. ആശാനും വേണ്ട വിധം ആശാൻ്റെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഈ ചൊല്ലിയാട്ടം നിർത്തി കൊട്ടിച്ച് ആ തെറ്റിയ ഭാഗം എവിടെയാണ് തെറ്റിയത് വെച്ചാൽ അത് പൂർണ്ണമായി ശരിയാക്കിയതിന് ശേഷമേ തുടർന്ന് അങ്ങോട്ട് ചെയ്യാറുള്ളൂ. അച്ചുണ്ണിപ്പുളാശാൻ ആണെങ്കിൽ. ചന്ദ്രബനടീശൻ അങ്ങനെ ചെയ്യാറില്ല. അവിടെ തെറ്റിയാൽ ആശാൻ അവിടെ പോവും. പിന്നെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ആശാനെ കൊട്ടും. ഇതൊരു തരത്തിൽ ഞാൻ പറയുന്നത് ഈ രാമൂട്ടി നരേശനോടോ അല്ലെങ്കിൽ പത്മനാഭനരേശനോടോ ഉള്ള ഒരു വിനയം അല്ലെങ്കിൽ ബഹുമാനം തരത്തിൽ. ഇനി ചെണ്ടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും കളരി മുടങ്ങി എന്നുള്ളത് വരണ്ട. ഞാൻ തന്നെയായിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടിക്കേണ്ട കാര്യമില്ലാതെ തന്നെ തുടർന്ന് ഇന്നതാണ് കൊട്ടേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റത് അടിച്ച് പിന്നീട് എപ്പോഴും ഓർക്കത്തക്ക വിധത്തിൽ പഠിപ്പിക്കാനും പറ്റും. രണ്ടിനും 2 ന്യായങ്ങളുണ്ട്. എങ്ങനെ ചന്ദ്രബനടീശൻ ഇങ്ങനെയാണ് ചൊല്ലിയാട്ടക്കളരിയിൽ മിക്കവാറും ഉണ്ടായിട്ടുള്ളത്. നിരന്തരം കലാശങ്ങൾ, വട്ടംചലാശങ്ങൾ, ഇരട്ടികൾ, തെരനോക്കുകൾ അടക്കം ഇടക്കലാശങ്ങളൊക്കെ ഇങ്ങനെ കൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇതും ഒരു സ്ഥിരമായിരുന്നു. ഞാൻ ചന്ദ്രബനടീശൻ്റെ കളരിയുടെ അറിവ് കൂടുതൽ ഉണ്ടാവാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാത്രി ക്ലാസ് എന്ന് പറഞ്ഞത് 7 മുതൽ 8:30 വരെ ഉള്ള ക്ലാസ്സാണ്. അവിടെ ഇരുന്ന് ഞങ്ങൾ പായ വിരിച്ച് പായയിലിരുന്ന് കല്ലിലോ ചെണ്ടയിലോ അല്ല കൊട്ടുക. ചെണ്ടക്കോലെടുത്ത് പായയിൽ വേണമെങ്കിൽ കൊട്ടാം, അത്യാവശ്യം വേണ്ടി വന്നാൽ. അപ്പോൾ അവിടെ ചൊല്ലിയാട്ടക്കളരിയിൽ എന്താണ് ചെയ്തിരുന്നത് വെച്ചാൽ അത് ഇവിടെ രാത്രി വീണ്ടും ആവർത്തിച്ച് അതിൻ്റെ പദങ്ങളോ ആട്ടങ്ങളോ ചടങ്ങുകളോ പറഞ്ഞു കൊട്ടിക്കുന്ന ഒരു ശീലമാണ് ഈ രാത്രി ക്ലാസ്സിലുള്ളത്. ഈ രാത്രി ക്ലാസ്സിൻ്റെ സ്ഥലം എന്നത് ഇവരെ റൂം തന്നെയാണ്. അത് കളരിയിൽ വേറെ സ്ഥലമല്ല എന്നർത്ഥം. ഈ താമസിക്കുന്ന 2 കട്ടിലിൽ 2 പേര് കിടക്കാനുള്ള സ്ഥലം അത്ര തന്നെ റൂമിൽ സൗകര്യങ്ങളുള്ളൂ, വേറെ സൗകര്യമൊന്നുമില്ല. TV ഇല്ല, റേഡിയോ ഇല്ല, മൊബൈൽ ഫോണില്ല, അങ്ങനെയുള്ളതൊന്നുമില്ലല്ലോ.
അപ്പോൾ കിടക്കാനുള്ള സ്ഥലം അതിൽ തന്നെ ഇരിക്കുകയും ചെയ്യുക. അവിടെ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് ഞങ്ങൾ താഴെ ഇരുന്നിട്ടാണ് ക്ലാസ്. അപ്പോൾ ഈ പറയുന്നത് അച്ചുണ്ണിപ്പിള്ളസാൻ ഈ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിരന്തരം ചന്ദ്രമോഹൻ നടേശൻ കേട്ടിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കേട്ടതുകൊണ്ട് ആശാന് സ്വാഭാവികമായും മറ്റൊരു കളരിയിൽ പോയി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്നതിനേക്കാളുള്ള അനുഭവം ഈ രാത്രി ക്ലാസ്സിൽ ഞാൻ ആശാൻ അവിടെ കുട്ടിയായിരുന്നു എന്നോ അല്ലെങ്കിൽ ആശാൻ അവിടുന്ന് പഠിക്കുകയായിരുന്നു എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. എന്നെ തെറ്റിദ്ധരിച്ച് എന്താ പറഞ്ഞതിനെ മാറി ചിന്തിക്കരുത്. എങ്ങനെയും ചന്ദ്രമോഹൻ നടേശൻ ഇത്തരം ക്ലാസ്സുകൾ, അച്ചുണ്ണിപ്പിള്ളാശൻ്റെ ക്ലാസ്സുകൾ ഉൾപ്പെടെ ആശാന് ഈ കഥയെക്കുറിച്ച് ധാരാളം ബോധമുണ്ടാവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നതിന് തർക്കമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അതിൽ നിന്ന് ഈ കളരിച്ചിട്ട എന്താണ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് എന്താണ് കൊട്ടേണ്ടത് എന്ന് രൂപപ്പെട്ടത് മുതൽ പിന്നീട് ആശാൻ്റെ ഈ ചിന്തകൾ അല്ലെങ്കിൽ കൊട്ടിൻ്റെ ഭാഷ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആട്ടത്തിൻ്റെ കൊട്ടാണ്. ഈ ആട്ടത്തിൻ്റെ കൊട്ട് വെറുതെ അങ്ങനെ കൊട്ടി ഉണ്ടായതുമല്ല. ഈ പാലക്കാടൻ ഈ പല്ലശ്ശന ഭാഗത്ത് പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ കൊട്ടിൻ്റെ ഖനം എങ്ങനെയാണ്, ഉരുളുകൈ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഞാനത്ര പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ പറയാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പാലക്കാടൻ നെൽവയലുകൾ ആർക്കെങ്കിലും നേരിട്ടോ അല്ലെങ്കിൽ പത്രത്തിലോ അല്ലെങ്കിൽ ചിത്രത്തിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. നെല്ല് കാണാൻ, വിളഞ്ഞു നിൽക്കുന്ന നെല്ല് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല മഞ്ഞ നിറം എന്നൊക്കെ പറഞ്ഞതുപോലെ. പക്ഷെ അതിൻ്റെ തൊട്ടാൽ നല്ല പരുപരുപ്പാണ്. അങ്ങനെ പരുപരുത്ത നെല്ലുകൾ ധാരാളമുള്ള, ഞാൻ എൻ്റെ ഒരു മനസ്സിൽ പറഞ്ഞിങ്ങനെ ഈ ആ കൊട്ടിൻ്റെ ഭാഷ രൂപീകരണം എങ്ങനെ ഉണ്ടായത് എന്ന് പറയുകയുള്ളൂ. പല്ലശ്ശന പഴയകാവ് ദേവസ്വത്തിൻ്റെ അവിടെയാണ് നിറയെ കൊട്ടുകാരുള്ളത്. പല്ലശ്ശന പത്മമാരാർ അല്ലെങ്കിൽ നിറയെ കൊട്ടുകാരുണ്ട്. ഇവരൊക്കെ കൊട്ടിൻ്റെ കളരി എന്ന് പറഞ്ഞത് പഴയകാവ് ദേവസ്വമാണ്. ഈ പഴയകാവ് ദേവസ്വത്തിൽ നിന്ന് ഈ അമ്പലത്തിൻ്റെ ആ നടപ്പന്തലിലാണ് കൊട്ടുന്നത്. ചെറിയൊരു സ്ഥലമാണ്, അമ്പലം വളരെ പ്രസിദ്ധി ഉള്ളതുമാണ്. അവിടെ നിന്ന് കൊട്ടിയാൽ നേരെ കാണുന്നത് നമ്മൾ എന്താ പറയുക, 10,000 ആനകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള പർവ്വതം, നല്ല കരിമ്പാറകൾ ആണ് ഈ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ചെണ്ടയിൽ ഇവിടെ കൊട്ടുമ്പോഴും അതിൽ കൊട്ടുന്നതായിട്ടാണ് തോന്നുക. അപ്പോൾ എത്ര കൊട്ടിയാലും മതിയാവില്ല എന്നർത്ഥം. ശബ്ദം അല്ലെങ്കിൽ ഊക്ക് എത്ര കൊട്ടിയാലും മതിയാവില്ല. ഈ കാണുന്നത് ഈ പാറയാണ്. ഈ അവിടെ നിറഞ്ഞ് ആൾക്കാർക്ക് ഇരിക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എങ്ങനെ നോക്കിയാലും, തല ഉയർത്തി നോക്കിയാലും തല താഴ്ത്തി നോക്കിയാലും കാണുന്നത് പാറയാണ്. പിന്നെ നിറയെ കരിമ്പനകളാണ്, കടിച്ചാലും പിടിച്ചാലും പൊട്ടാത്ത കരിമ്പനകൾ. ഇങ്ങനെയുള്ള ഒരു പ്രകൃതിയുടെ സംസ്കാരത്തിൽ നിന്നാണ് ആശാൻ കൊട്ടിലേക്ക് വന്നത്. പിന്നെ ഈ കൊട്ടിനോട് ധാരാളം വാശിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു, സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ 20 വർഷക്കാലം, ആദ്യത്തെ 20 വർഷക്കാലം കർണാടക സംഗീതം പഠിച്ചിരുന്നു. ആ 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് നാഗസ്വരം, തകിലും പഠിച്ചിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും കൂടിയും സംയോജനമാണ് കഥകളിക്കൊട്ടിന് അദ്ദേഹം രൂപപ്പെടുത്തിയത്. തകിലിൻ്റെ അമർന്ന കൊട്ട്, സംഗീതത്തിൻ്റെ സ്വരങ്ങളുടെ വ്യക്തത, ഈ രണ്ടും ചേർന്ന് ഡഡഗണണകാം എന്നുള്ള 9 അക്ഷരത്തിൽ എത്ര അക്ഷരം വക്കിൽ കൊട്ടണം, എത്ര അക്ഷരം ഇടത് കൈ കൊണ്ട് നടുവിൽ കൊട്ടണം,
എത്ര അക്ഷരം വലത് കൈ കൊണ്ട് നടുവിലും വക്കത്തും കൊട്ടണം എന്നൊക്കെ വളരെ കൃത്യമായ കൊട്ടിനെ അദ്ദേഹം ഭാഷപ്പെടുത്തി. ഞാൻ വ്യാകരണം, കൊട്ടിൻ്റെ വ്യാകരണം ഉണ്ടാക്കി എന്ന് പറയാനാണ് ഞാൻ ഗ്രഹിക്കുന്നത്. അതായത് ആദ്യം അദ്ദേഹം കൊട്ടാണ് കണ്ടത് എന്നർത്ഥം, കളരി പിന്നെ കണ്ടിട്ടുള്ളൂ. ഇടത് കൈ ഏതാണ് വലത് കൈ ഏതാണ് കൊട്ടുന്നത് എന്നുള്ളത് കൊട്ട് കേട്ടാൽ മനസ്സിലാവില്ല. അത്തരത്തിൽ രണ്ട് കൈയിനും അമർന്ന് കൊട്ടുന്ന ഒരു നേർഗോൽ ഭാഷ, അത് ചെണ്ട ഇടുന്നതിനടക്കമുണ്ട്. ചെണ്ട ഈ പുക്കളിന് സമമായിട്ടാണ് ഞങ്ങൾക്ക് ചെണ്ട ഇടാൻ പാടുള്ളൂ എന്നാണ് ആശാൻ്റെ കളരി എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ഇവിടെ വരെ നിൽക്കുക, ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങരുത്. ആ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൊട്ടിൻ്റെ അമരത്തിന് ഒക്കെ വ്യത്യാസം വരും എന്നാണ്. അതുപോലെ കയറി നിന്നാലും പറ്റില്ല. കയറി നിന്നാൽ നമുക്ക് വേണ്ടതുപോലെ കൈ ഉയർത്തി കൊട്ടാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ചെണ്ട തൂക്കിയിടുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ടാണ് ഈ കൊട്ട് കൊട്ടുന്നത്. അപ്പോൾ ആ കൊട്ട് കൊട്ടുന്നതിനടുത്ത് നമ്മൾ പറയാം, ഒരു 2-3 തരത്തിൽ ഉദാഹരിക്കാൻ ഉറട് കിടകിട എന്നുള്ള കലാശം അറിയണ്ടാവും. കൊട്ടറിയാച്ചാൽ കേട്ട് ധാരാളം പരിചയം. വട്ടമിച്ചലാശത്തിൽ അവസാനത്തെ കലാശം. ഉറട് കിടകിട ഉറട് കിടകിട എന്നുള്ള ഒരു എണ്ണം ഉണ്ട്. ഈ എണ്ണമല്ലാതെ ചന്ദ്രമൗലീശൻ വേറൊരു എണ്ണവും ഈ സ്ഥാനത്ത് കൊട്ടില്ല. എത്ര കാലം മുറുകിയാലും ഉറട് കിടകിട ഉറട് കിടകിട എന്നുള്ള കാലത്തിൽ ഇങ്ങനെ കാലം വട്ടം ചലാശം കൊട്ടുമ്പോൾ ഇത് ഉറട് കിടകിട ശബ്ദം കൂടി വരികയുള്ളൂ. വേഗത കൂടുമ്പോൾ കൂടി വരികയുള്ളൂ. ഇത് ഏതെങ്കിലും സമയത്ത് പിന്നെ അച്യുതൻ ആശാനും മിക്കവാറും അവർ രണ്ടുപേരും തന്നെയാണ് കാലത്ത് കഥകളി അരങ്ങിലുണ്ടായിട്ടുള്ളത്. അച്യുതൻ ആശാനും ചന്ദ്രമൗലീശനും കൊട്ടേണ്ട സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ ചന്ദ്രമൗലിയോട് താളം പഠിക്കാൻ പറഞ്ഞ് അച്യുതൻ ആശാൻ ഈ ചന്ദ്രൻ അങ്ങനെ ഒന്നും പണിപ്പെടേണ്ട മൂപ്പര് വളരെ നിസ്സാരമായിട്ട് ഈ സാധനമാണ് കൂട്ടും. അപ്പോൾ ചന്ദ്രമൗലീശൻ ഈ ഉള്ള സാധനത്തിനെ എങ്ങനെ കുറയ്ക്കാതെ തികയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന സാധനം അച്യുതൻ വളരെ കൂളായിട്ട് ഇത്രയൊന്നും അധ്വാനിക്കേണ്ട, ഇങ്ങനെ കൊട്ടിയാൽ തന്നെ മതി. അതിന് അച്യുതൻ ഈ ശരീരപ്രകൃതിയും അനാരോഗ്യവും ഒക്കെ ഇതിന് കാരണങ്ങളാണ് കേട്ടോ. ഇതിൽ അങ്ങനെ ധാരാളം ഉരുളുകകളൊന്നും വരില്ല. അപ്പം നേരത്തെ കൊട്ടിയ എന്ന് പറഞ്ഞ കൊട്ടാണ് അച്യുതൻ കൊട്ടുന്നത്. അപ്പോൾ മുദ്രയ്ക്ക് വേണ്ട സ്ഥലത്ത് അവിടെ ഉണ്ടാവും, സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. ഈ കൊട്ടിൻ്റെ ആ നിറവ് ഒരു പക്ഷേ അതിൽ കാണില്ല എന്ന് മാത്രം. എങ്ങനെയും ഇപ്പോൾ ഇത് പിന്നെ പൊതുവളസാൻ കൊട്ടുമ്പോൾ ഇത്തരത്തിൽ കൊട്ടുകയും ചെയ്യും. അത് പിന്നെ ആ ചെയ്യുന്നതിനും കൂടിയും യോജിച്ച വിധത്തിലാണ് ആശാൻ കണ്ടിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുക. ഇങ്ങനെ 2-3 തരത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ചന്ദ്രമൗലീശനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ പ്രത്യേകതകൾ ഇതുപോലെ തന്നെ പടപ്പുറപ്പാടിൻ്റെ മേളങ്ങൾ അല്ലെങ്കിൽ യുദ്ധവട്ടത്തിൻ്റെ മേളങ്ങൾ, താടിത്തെരനോക്കിൻ്റെ ഒക്കെ ആ മേളം ഉണ്ടാക്കുന്നതിലുള്ള ആശാൻ്റെ താല്പര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ
ഈ കർണാടക സംഗീതം പഠിച്ചതുകൊണ്ടും തകിലിൻ്റെ പ്രാഥമികമായ പഠനം കൊണ്ടും കൊട്ട് ഭാഷയ്ക്ക് ഖനം വേണം, അല്ലെങ്കിൽ അതിന് സ്വരവും സ്വരജ്ഞാനവും വേണം എന്ന് ആശാൻ നിർബന്ധിച്ചു. അതുകൊണ്ടാണ് വക്ക് ഇന്ന സ്ഥലത്ത് കൂട്ടണം, നടു ഇന്ന സ്ഥലത്ത് കൂട്ടണം. ആ നടു ഇപ്പോഴത്തെ അല്ലെങ്കിൽ കൊട്ട് ശ്രദ്ധിച്ചാൽ അറിയുണ്ടാവും, വക്കും അല്ല നടുവല്ലാത്ത ചില സ്ഥലത്ത് കൊട്ടുന്ന ശീലമുള്ളവർ. അതല്ലാതെ നടുവിൽ മാത്രം കൊട്ടി ഡ എന്ന് വെച്ചാൽ ഡ എന്ന് തന്നെ കൊട്ടി അതിൽ ശബ്ദം ഉണ്ടാക്കുക. ഇങ്ങനെ എല്ലാ കൊട്ടിൻ്റെ എണ്ണങ്ങൾക്കും വ്യാകരണം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ മാഷേ? വ്യാകരണം എന്ന് പറഞ്ഞാൽ ഇതാ ഉദ്ദേശിക്കുന്നത് എണ്ണക്കതരകാം, എണ്ണക്കതരകാം, എണ്ണക്കണ്ണക്കാം, എണ്ണക്കണ്ണക്കാം, ഡഗടകാം, ഡഗതരകാം. അപ്പോൾ ഈ നഗതരകാം എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ഡഗതരകാം എന്ന് പറയുന്നത്. ഡഗണ്ണക്കാം, ഡഗണ്ണക്കാം, ഡഗണ്ണക്കാം. ഇതിപ്പോൾ നിങ്ങൾ കഥകളി കാണുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൊട്ടണത്. ദരികിടത് തരകാം, ഗീക്കാം നഗതരകാം, ദരികിടത് തരകാം, ദരികിടത് തരകാം എന്ന് കേട്ടില്ലേ? 9 അക്ഷരം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ഈ 9 അക്ഷരത്തിൽ 2 2 2 വലത്തെ കൈകൊണ്ട് കൊട്ടണതാണ്. അങ്ങനെ 6 3 2 6 3 അക്ഷരം ഇടത്തെ കൈകൊണ്ടും കൊട്ടേണ്ടതാണ്. അങ്ങനെ ചേരുമ്പോഴാണ് 9 അക്ഷരമാവുള്ളൂ. അപ്പോൾ ഡെ കാണാക്കാം, വലത് കൈ കൊണ്ട് 2 എണ്ണം നടുവിലും 1 എണ്ണം വക്കത്തും കൊട്ടണം. ഏത്? ആദ്യത്തെ 2 2 നടുവിലും അവസാനത്തെ 2. ഇടത്തെ കൈ കൊണ്ടോ 1 നടുവിലും 2 എണ്ണം വക്കത്തും കൊട്ടണം. അപ്പോഴാണ് ഡെ. ഇങ്ങനെ ആ കൊട്ടിൻ്റെ വ്യാകരണം ഉണ്ടാക്കുന്നതിൽ ചന്ദ്രമോഹൻ നടേശൻ വളരെ കൃത്യമായി അദ്ദേഹം ചെയ്യുകയും മറ്റാരെങ്കിലും ചെയ്താൽ അതിനെ അതേപോലെ വരുത്തുന്നതിനും നിഷ്കർഷിച്ചിരുന്നു. അതാണ് ചന്ദ്രമോഹൻ നടേശൻ്റെ ഒരു പല ഗുണങ്ങളിൽ ഒന്ന്. അദ്ദേഹത്തിൻ്റെ ആ വ്യാകരണ രൂപീകരണത്തിൽ വളരെ കൃത്യമായി ഇത് ദരികിടതരകാമ എന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ ഒട്ടനവധി കാര്യങ്ങൾ ഇത് ആദ്യം പഠിപ്പിച്ചാൽ അത് വേണം തീരുമാനമായാൽ മറ്റല്ല അതിന് തീരുമാനമാവും. എന്നാൽ അങ്ങനെ ഓരോന്ന് കൊട്ടുകയാണെങ്കിലും ഇങ്ങനെ അക്ഷരങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് കൊട്ടുന്ന ഒരു കൊട്ട് ശൈലി ഇദ്ദേഹം സ്വാഭാവികമായും രൂപപ്പെടുത്തിയതാണ്. ഇതിപ്പോൾ മറ്റ് ആശാന്മാർക്ക് അതിൻ്റെ വ്യക്തത ഇല്ല എന്നോ അവരത് ചെയ്യുന്നില്ല എന്നോ അവർ പഠിപ്പിക്കുന്നില്ല എന്നോ ഇതിൽ അർത്ഥമാക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഈ പിന്നെ മേളപ്പദം കൊട്ടുന്നതിന് ആശാന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അത്ര ഉണ്ടായിരുന്നില്ല എന്നും വേണമെങ്കിൽ പറയാം. കൈ ശബ്ദം പിന്നെ അത്ര മറ്റുള്ള അല്ലെങ്കിൽ അച്ഛൻ്റെ ആശാൻ്റെ കൈയിൻ്റെ ശബ്ദം ആർക്കുമില്ല. കുട്ടമാരാശാൻ്റെയോ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി പോളാശാൻ്റെയോ കൃഷ്ണൻകുട്ടി പോളാശാൻ്റെ കൈ കൊണ്ട് കൊട്ടാറുമില്ല. മേളപ്പദമാണെങ്കിലും 2 കൈയിലും കോലെടുത്തേ ആശാൻ കൊട്ടാറുള്ളൂ. എണ്ണങ്ങൾ കൊട്ടുന്നത് ഉൾപ്പെടെ കയ്യിൽ കോല് ആയിയാണ് കൊട്ടാറ്. എങ്ങനെയും ആ കൈ കൊണ്ട് കൊട്ടുന്നതിന് മാത്രം ആശാനത്തിൽ അല്പം താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. എന്നാൽ നിരവധി തായമ്പകൾ അദ്ദേഹം ഒരു കാലത്ത് കൊട്ടിയിരുന്നു. ആ തായമ്പകയുടെ പാലക്കാടിൻ്റെ എണ്ണങ്ങളുടെ ഏറ്റുചുരുക്കലിലടക്കമുള്ള വ്യത്യാസങ്ങൾ കലാമണ്ഡലത്തിൽ അദ്ദേഹം ഉള്ളപ്പോൾ ഉൾപ്പെടെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ 2ാം കാലം ഏറ്റുചുരുക്കൽ പാലക്കാടൻ ശൈലിയിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ തായമ്പക അവിടെ ടേസ്റ്റ് എങ്ങനെയാണ് ഈ സദന ദിവാരനും വാസുവേട്ടനും ശങ്കരേട്ടനും ഒക്കെ വന്നു എന്നുള്ളതും ഈ ചന്ദ്രമോഹൻ നടേശനിൽ കൂടെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരു 3-3.5 മാസം
ആണ് മട്ടന്നൂരിനെ പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഈ മട്ടന്നൂരിനെ പഠിപ്പിച്ചിരുന്ന കാലത്താണ് കലാമണ്ഡലത്തിൽ അദ്ദേഹത്തെ അധ്യാപകനായി ക്ഷണിക്കുന്നത്. എനിക്ക് അവനെ കുറച്ച് കാലം കൂടി പഠിപ്പിക്കണമെന്നുണ്ട്. എനിക്ക് കലാമണ്ഡലത്തിലേക്ക് പോകുന്നതിനേക്കാൾ താല്പര്യം സദനത്തിലിരുന്ന് ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിനാണ് എന്നൊക്കെ പറഞ്ഞതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ജോലിയേക്കാൾ കണ്ടിരിക്കുന്നത് കൊട്ടിനാണ്. ഈ ചന്ദ്രപ്പൻ നടേശനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം നേരത്തെ പറഞ്ഞ ഈ കർണാടക സംഗീതത്തിൻ്റെ പരിജ്ഞാനം ആശാനുണ്ട് എന്നത് ഒരാളും സാക്ഷ്യപ്പെടുത്തി കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നേർകോലിൻ്റെ അമരം ഒരുപക്ഷെ ഈ തകിൽ കൂടെ ആയിരിക്കാം വന്നത് എന്നുള്ളത് അങ്ങനെ ആരും ഓർക്കാൻ സാധ്യതയില്ല. ചന്ദ്രപ്പൻ നടേശൻ വരും, ചന്ദ്രപ്പൻ നടേശനെ എത്ര വെച്ചാൽ കൊട്ടും, എത്ര കാശ് കൊടുത്താലും അദ്ദേഹം പോവുകയും ചെയ്യും. കഥകളിക്ക് മറുപടി എഴുതുന്നതൊക്കെ കലാമണ്ഡലത്തിലുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ അക്കാലത്തെ സീനിയർ കുട്ടികളാണ് മറുപടി എഴുതുക. ഈ കഥകളിക്ക് ക്ഷണിച്ചാൽ വരാം എന്ന് ഏറ്റ് കത്തെഴുതുക. അപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യം എന്താണ് എഴുതേണ്ടത് എന്ന് ചോദിക്കും. അതൊന്നും എഴുതണ്ട എന്ന് പറയും ആശാൻ ആദ്യം. അല്ല, അവർ ചോദിച്ചിട്ടുണ്ട് പ്രതിഫലം ഇതിൽ എഴുതണം എന്ന്. അപ്പോൾ വളരെ നിർബന്ധിച്ച് 600 ഉറുപ്പ്യ എഴുതും. അപ്പോൾ ചെണ്ട ആരെങ്കിലും കൊണ്ടുവരുന്നതിന് കുട്ടി ഉണ്ടാവുമെന്ന് എഴുതണ്ടേ, അത് അവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് അത് എഴുതണ്ട എന്ന് പറയും. 50 രൂപ എഴുതണ്ടു എഴുതുകയാണെങ്കിൽ തന്നെ. അങ്ങനെ 600 പ്ലസ് 650, അല്ലെങ്കിൽ 650 പ്ലസ് 50 700. ഈ 700 എഴുതാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു. അത് സംഘാടകർക്ക് ബുദ്ധിമുട്ടാവും, കമ്മിറ്റിക്കാർക്ക് ബുദ്ധിമുട്ടാവും. അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെ സാമ്പത്തികത്തിന് താല്പര്യം അദ്ദേഹത്തിന് ആവശ്യമില്ലായിട്ടല്ല, ആവശ്യമുള്ള കാലത്ത് പോലും അത് ചെയ്തിരുന്നില്ല എന്ന് പറയാം. ഈ കൃഷ്ണദാസൊക്കെ തമാശയായിട്ട് പറയും, പിന്നെ ആശാൻ കളിക്ക് പോകുമ്പോൾ കൃഷ്ണദാസനോട് ചോദിക്കും, ഇന്നെന്താ, എവിടെയാണ് കളി എന്നൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഉത്ഭവമാണ്. ഉത്ഭവത്തിൻ്റെയൊക്കെ ഒരു കഥ എന്നൊക്കെ. കൃഷ്ണദാസൻ ഉത്ഭവത്തിനാണോ കൊട്ടാൻ പോണത് എന്നുള്ളത്, നീ എന്തൊക്കെ കണ്ടിട്ടാടാ ഈ ഉത്ഭവം കൊട്ടാൻ പോണത് എന്ന് ചോദിക്കും. തിരിച്ച് വന്ന് ഈ ഉത്ഭവം കൊട്ടിക്കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം കൃഷ്ണദാസൻ്റെ ഭാഷയിൽ ചന്ദ്രപ്പൻ നടേശനോട് പറയും, കാശെന്ത് തന്നു, 1000 ഉറുപ്പ്യ കിട്ടി. ഓ, ആ കമ്മിറ്റിക്കാരൊരു വിവരമില്ലായി. ഈ ഉത്ഭവത്തിന് കൊട്ടാൻ പോവുക, അല്ല കൊട്ടാൻ വിളിക്കുക, അത് കൊട്ടി കഴിഞ്ഞിട്ട് ഈ 1000 ഉറുപ്പ്യ കൊടുക്കുകയും ചെയ്യുക, വിവരമില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സങ്കല്പമില്ല. ഈ 1000 ഉറുപ്പ്യ വാങ്ങിയിട്ടുള്ള കളികൾ ചന്ദ്രപ്പൻ നടേശൻ പറഞ്ഞിട്ടോ കൊടുത്തോ കിട്ടിയോ ഒരു കഥ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളം സർവീസ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനം വാങ്ങിച്ച ശമ്പളം 1600 ഉറുപ്പ്യാണ്. അപ്പോൾ അറിയാലോ ഒരു കളിക്ക് പോയാൽ എന്താണ് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത്. ഒരു മാസത്തെ ശമ്പളം അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അദ്ദേഹം വകുപ്പ് അധ്യക്ഷനാണ്, പ്രൊഫസറാണ്, കേരളത്തിലെ തലമുതിർന്ന കഥകളി ചണ്ടക്കാരനാണ്, നിരവധി ശിഷ്യരുടെ ആശാനാണ്. ശമ്പളം ഇതാണ്. അത് ശമ്പളത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് പറയാലോ. അക്കാലത്തെ എല്ലാ ഗവൺമെൻറ് ജോലിക്കാരുടെയും ശമ്പളം അസ്തരത്തിലാണ്. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണുള്ളത്, അല്ലെങ്കിൽ 2020 ഒക്കെ മുതലാണ് വർദ്ധിക്കാൻ തുടങ്ങിയത്. എങ്കിലും സാമ്പത്തികത്തിൻ്റെ വലിയ ആനന്ദത്തിലൊന്നും ചന്ദ്രപ്പൻ നടേശൻ കഴിഞ്ഞിട്ടില്ല, കൊട്ടിൻ്റെ കാര്യത്തിലൊഴിച്ചാൽ. എന്നാൽ കോടിക്കണക്കിന് ആസ്തി ഉണ്ടാവേണ്ട മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
അതൊരു അത്ഭുതം ശരിക്കും പറഞ്ഞാൽ. ഒരു സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര ചിലവാക്കണം? ലക്ഷങ്ങൾ പോരാ എന്ന് ഉറപ്പല്ലേ? എത്ര ചുരുങ്ങിയാലും 1 കോടി ഉറപ്പാക്കുക. അദ്ദേഹം ഒരു 3-4 പടങ്ങളുടെ നിർമ്മാതാവാണ്. വിശ്വസിക്കാൻ പറ്റില്ല. കലാമണ്ഡലം ചന്ദ്രമണി നിർമ്മാതാവ്, നിർമ്മാണം കലാമണ്ഡലം ചന്ദ്രമന്നാടിയാർ. കാരണം അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രശസ്ത സിനിമാ സംവിധായകൻ KS ഗോപാലകൃഷ്ണനായിരുന്നു. പഴയകാല തമിഴ് പുരാണ സിനിമകളുടെ സംവിധാനം നിർവഹിച്ചിരുന്ന KS ഗോപാലകൃഷ്ണനാണ് ചന്ദ്രമോഹൻ നടേശൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ സാമ്പത്തികം ഇറക്കുന്ന എല്ലാം ഒരു സ്ഥലത്തുനിന്ന് തന്നെ ആയത് കാരണം പല പേരുകൾ കൊടുക്കും. അപ്പോൾ ചന്ദ്രമോഹൻ നടേശൻ എന്നിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പോയിട്ട് വന്ന് തിരിച്ച് കളരിയിലൊന്നൊക്കെ അതിൻ്റെയൊക്കെ അഭിനയിക്കുന്നതിൻ്റെയും ഷൂട്ടിങ് ചെയ്യുന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ നമ്മളോട് പറയാറുണ്ട്. ഇങ്ങനെ 3-4 പടത്തിൽ കോടിക്കണക്കിന് ആസ്തി ചിലവാക്കേണ്ട സിനിമ നിർമ്മിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് കാശൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടി പറയണതല്ല. ചന്ദ്രമോഹൻ നടേശന് കൊട്ടിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുട്ടമാരാശാൻ്റെ അടുക്കൽ പഠിച്ച് കൊട്ടിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹത്തിന് സ്വാംശീകരിക്കാൻ സാധിച്ചു. കലാമണ്ഡലത്തിൽ നിരവധി, അല്ലെങ്കിൽ രാമട്ടി നരസൻ മുതലുള്ള ആശാന്മാരുടെ ആ 20 കൊല്ലക്കാലം എല്ലാ വേഷങ്ങൾക്കും നരകാസുരനാവട്ടെ, രാവണനാവട്ടെ, ശിശുപാലനാവട്ടെ തുടങ്ങിയിട്ടുള്ള എല്ലാ വേഷങ്ങൾക്കും കൊട്ടി. ഗോപിയാശാൻ്റെ വേഷങ്ങൾക്കും അദ്ദേഹം തന്നെയാണ് കൊട്ടിയിരുന്നത്. അത് 2-ാം ദിവസമാണെങ്കിലും രൂപാംഗചരിതമാണെങ്കിലും ഏതാണെങ്കിലും. പക്ഷേ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ എടുത്ത് രാമട്ടി നരസൻ്റെ ആ വേഷം കേമമായി എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പറയാൻ സാധ്യത ഉണ്ടോ ചന്ദ്രമന്നാടിയാർ കൊട്ടിയതാണ് അത് നിറഞ്ഞത്? ഗോപിയാശാൻ്റെ വേഷങ്ങൾക്ക് 2-ാം ദിവസം കൊട്ടുമ്പോൾ ആ ജില്ലയിൽ പോലും ഇല്ലാത്ത ആശാൻ്റെ കൊട്ടാണ് അവിടെ ഉണ്ടായത് എന്ന് പറയുന്നതാണ് നമുക്ക് സ്വഭാവം. ചന്ദ്രമോഹൻ നടേശൻ കൊട്ടിയുണ്ടെങ്കിൽ തന്നെ പേര് പറയില്ല. ആ കൊട്ടിൻ്റെ, അല്ലെങ്കിൽ കൊട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ ആശാൻ കൊട്ടിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നതുകൊണ്ടാണ് കൊട്ടുന്നത്, അല്ലെങ്കിൽ ഇന്ന അർത്ഥം ഞാൻ കണക്കാക്കുന്നു ആ കൊട്ടിന് എന്നുള്ളത് ഒന്നും പറയാത്തത് കൊണ്ട് ആശാൻ്റെ കൊട്ടും ആശാൻ്റെ മനസ്സും ആരിലേക്കും എത്തിയില്ല. മറ്റൊന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അന്തരിച്ചു പോയ ആരെയും ദോഷമായി പറയുന്നതല്ല. രാമട്ടി നരസൻ്റെ മുമ്പിൽ ആശാൻ ഇരിക്കാറില്ല. രാമട്ടി നരസൻ്റെ മുമ്പിൽ മാത്രമല്ല, കുട്ടമാരാശാൻ്റെ മുമ്പിൽ ഇരിക്കാറില്ല. കുട്ടമാരാശാൻ ഗുരുനാഥനാണ് അല്ലേ? കുട്ടമാരാശാൻ്റെ ശിഷ്യനാണ് ചന്ദ്രമോഹൻ നടേശൻ. പക്ഷെ അർത്ഥത്തിൽ പറഞ്ഞാൽ കുട്ടമാരാശാൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള യോഗ്യത ചന്ദ്രമോഹൻ നടേശനുണ്ട്. 6 മാസം മൂപ്പ് കൂടുതലുണ്ട് ചന്ദ്രമോഹൻ നടേശന്. മൂപ്പ് കുറയല്ല, ശിഷ്യനേക്കാൾ 6 മാസം കുറവാണ് കോട്ടക്കൽ കുട്ടമാരാശാൻ എന്നർത്ഥം. പക്ഷെ കോട്ടക്കൽ കുട്ടമാരാശാൻ്റെ അടുക്കൽ ആശാൻ ഇരിക്കാറില്ല, തോളിൽ തോർത്ത് ഇട്ട് നിൽക്കാറില്ല. അപ്പോൾ അത് കഷ്ടത എവിടെയും വയ്ക്കും. ഈ അതിവിനയം ഈ ചന്ദ്രൻ്റെ കൊട്ടിനെ ഇല്ലാതെയാക്കി, എല്ലാവരും തിരിഞ്ഞു നോക്കി ശല്യം ചെയ്ത് കൊട്ടിനെ മോശമാക്കി ചിത്രീകരിച്ച്
ചന്ദ്രനൊക്കെ തെറ്റിയാണ് കൊട്ടുന്നത് എന്ന് വ്യാഖ്യാനം വന്നു. ഞാൻ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ തന്നെ ധാരാളമുണ്ട്. അല്ലെങ്കിൽ ഈ 66 മുതൽ 86 വരെ ഈ അച്യുണ്ണിപ്പുതുള ആശാനും ചന്ദ്രമേനോൻ ആശാനും മാത്രമേ കലാമണ്ഡലത്തിലുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ചന്ദ്രൻ കൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്കാലത്ത് കലാമണ്ഡലം കളിയേറ്റ് നടത്തിയിട്ടില്ല എന്ന് പറയണം. അതാരും പറയൂല. നിറഞ്ഞ ആശാന്മാരുണ്ടായിരുന്ന കാലമാണ്, ധാരാളം കളികളും ഉണ്ടായിരുന്ന കാലമാണെന്ന് പറയും. പക്ഷെ അപ്പോഴൊക്കെ ചന്ദ്രമേനോൻ ആശാനാണ് കൊട്ടിയിരുന്നത് ഈ വേഷങ്ങൾക്കൊക്കെ. അപ്പോൾ എങ്ങനെയും അത് ആശാൻ്റെ ഒരു മറ്റ് പല പ്രശ്നങ്ങളിൽ ഒന്നാണത്. ആശാനെ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു ധാരണ എല്ലാ കാര്യത്തിലും, വ്യക്തിപരമായും സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പ്രവൃത്തിപരമായിട്ടാണെങ്കിലും വന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ ചന്ദ്രമേനോൻ ആശാനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. നിരവധി ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഗാന്ധി സേവാ സദനത്തിലുള്ള 2-3 ശിഷ്യന്മാരെ കൂടാതെ കലാമണ്ഡലത്തിൽ 66 മുതൽ ഉണ്ടായ എല്ലാ ശിഷ്യന്മാരുടെ കഴിവിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചന്ദ്രമേനോൻ ആശാനും കൃത്യമായ പങ്കുണ്ട്. കഥകളി മേളത്തിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഉരുളുകോലിന്, ഇതിൻ്റെ നേറുകോലിന്, അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ യുദ്ധവട്ടത്തിലോ അല്ലെങ്കിൽ പടപ്പുറപ്പാടിലോ ഏതാണെങ്കിലും മേളം തീർക്കേണ്ട ഏത് ഘട്ടമാണെങ്കിലും ഒരു പക്ഷേ ഒരു വട്ടം വെച്ച ലാസത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ ഉരുട് കിടുകിട് നല്ലതാണ്. അതിന് അഗഡഡം കിറ്റ തരകാം, നഗഡഡം കിടുക തരകാം, നഗഡഡം കിറ്റ തരകാമെന്നുള്ള ആ കൊട്ടിൻ്റെ താളം അറിഞ്ഞുകൊണ്ട് താളത്തെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള കൊട്ട്. നഗഡഡം കിറ്റ തരകാം, നഗഡഡം കിടതുക തരകാം, എന്നുള്ളതിൽ ആ വക്ക് കൊട്ടേണ്ട ശബ്ദത്തിൻ്റെ അമരം, നഗഡഡം കിറ്റ തരകാന്നുള്ള നടുവിൽ കൊട്ടേണ്ട അമരം, അതിൻ്റെ ആ താളം നിലനിർത്തിക്കൊണ്ട് കൊട്ടാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെ ആ കൊട്ടിൻ്റെ ഭാഷ രൂപീകരണത്തിൽ ചന്ദ്രമേനോൻ ആശാൻ്റെ കൊട്ടിന് ധാരാളം ഉണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പല്ലശ്ശന ഗ്രാമത്തിൻ്റെ ഒരു പ്രകൃതി ഒരുപക്ഷെ സഹായിച്ചിരിക്കാം, അവിടുത്തെ വാദ്യകലാകാരന്മാർ സഹായിച്ചിരിക്കാം, അവിടുത്തെ ഒരു പാലക്കാടൻ വാദ്യ പാരമ്പര്യം സഹായിച്ചിരിക്കാം. ഇദ്ദേഹത്തിന് മറ്റൊന്നും ചിന്തിക്കേണ്ടതുണ്ടായിരുന്നില്ല. കൊട്ട് മാത്രമേ അദ്ദേഹത്തിന് ബാധകം ഉള്ളൂ. ഒരു TV കാണൽ അക്കാലത്തില്ല. അദ്ദേഹത്തിനത് ഉള്ള കാലത്ത് പോലും മോഹം ഉണ്ടായിട്ടുമില്ല. അങ്ങനെ യാതൊരു ആധുനിക ചിന്തയും ഇല്ലാത്ത കൊട്ട് മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു ആശാൻ. ശിഷ്യരോട് ഈ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കൊട്ടുന്ന കാര്യത്തിൽ മാത്രം ഒരു വാശിയുണ്ട് എന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയ ആശാൻ. സംഘാടകരെ ബുദ്ധിമുട്ടിക്കാതെ കഥകളിക്ക് പോയി കൊട്ടി വരുന്ന ആശാൻ. അമിതമായി തൻ്റെ സഹപ്രവർത്തകരെ പോലും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വിനയം സ്വീകരിക്കുകയും ചെയ്ത ആശാൻ. ഇങ്ങനെയുള്ള ഒരു ആശാനാണ് ചന്ദ്രമേനോൻ ആശാൻ. ഈ ചന്ദ്രമേനോൻ ആശാൻ്റെ ഇത്തരം ഒരു സ്വഭാവത്തിൻ്റെ മഹിമ ഇനി പിൽക്കാലത്ത് ആർക്കെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ല, ഞാൻ അത് ദോഷമായി പറയല്ല, അതൊക്കെ കാലത്തിൻ്റെ മാറ്റം കൊണ്ട് വന്നതാണ്. എങ്ങനെയാലും ഇനി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ചന്ദ്രമേനോൻ ആശാൻ ഉണ്ടാക്കി വെച്ച ചിലത്, ആ കൊട്ടിൻ്റെ ഭാഷ എന്നത്, ആ കൊട്ടിൻ്റെ വ്യാകരണം എന്നത് നമുക്ക് മനസ്സിലാവുണ്ടാവും. ചെണ്ടയുടെ ശബ്ദത്തിൻ്റെ വ്യാകരണം എന്ന ചെണ്ടയെ വളരെ കൃത്യമായി നോക്കിയിരുന്ന ആശാനാണ്. ചെണ്ട ഉപകരണത്തെ, ആ ഉപകരണത്തെ അതിൻ്റെ തോല്, ചെണ്ട വട്ടം കണ്ടാൽ ആശാൻ അറിയാം ഈ ഏത് ഭാഗത്തെ തോലാണ് എന്നുള്ളത്. ചെണ്ടവട്ടം കൊണ്ടുപോയാൽ എടാ അതെന്തിനാ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇത് അങ്ങനെ തിരിച്ചു കൊടുക്കുക, ഇത് ചെണ്ടയുടെ പശുവിൻ്റെ മുതുകത്തെ തോലാണെന്ന് പറയും, അല്ലെങ്കിൽ കഴുത്തിലെ തോലാണെന്ന് പറയും. എന്തെങ്കിലും മനസ്സിലായോ?
മുതുകത്തെ തോല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നടു. അതിന് ഭയങ്കര മുതു എന്ന് പറഞ്ഞത് ഈ നട്ടലിൻ്റെ പിന്നിലുള്ള തോലിൻ്റെ ഭാഗം വിചാരിക്കുക, പശുവിൻ്റെ തോലിലാണ് കൊട്ടണത്. അപ്പോൾ അവിടെ ഭയങ്കര കട്ടിയുണ്ടാവും, രണ്ട് ഭാഗവും കട്ടിയില്ലാത്ത സ്ഥലവും. അപ്പോൾ ഈ വട്ടത്തിനിടയ്ക്ക് അതിൽ കൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെണ്ട മൂപ്പ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന്. കഴുത്തിൻ്റെ ഭാഗം എത്ര വലിച്ചാലും മുറുകില്ല, അത് ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഇത് കഴുത്തിൻ്റെ ഭാഗമാണ്, അത് വാങ്ങിക്കൊണ്ടരുത്, അത് ഈ വട്ടം അങ്ങടനെ കൊടുക്കുക. അപ്പോൾ വേണ്ടത് ഈ വയറിൻ്റെ ഭാഗത്തുള്ള തോലാണ്, അത് വലിഞ്ഞ് ഇരിക്കുന്ന ചുളിവുകളൊന്നുമില്ലാത്ത അടി കൊള്ളാത്ത സ്ഥലം. മറ്റത് കാലിൻ്റെ അവിടെയൊക്കെ അടി കൊണ്ട് ചിലപ്പോൾ ഒക്കെ അതൊക്കെ ഈ വട്ടത്തിനെ ബാധിക്കും. അപ്പോൾ അത്തരം നോട്ടം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ നോട്ടം ഉണ്ടായത് ഈ കൊട്ടിലേക്ക് വേണ്ടി ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഞാൻ ഇനി അധികം സംസാരിക്കുന്നില്ല. ഇത്തരം ധാരാളം നല്ല ഗുണങ്ങളുള്ള കുട്ടിനു വേണ്ടി മാത്രം ജീവിച്ച ഒരു ആചാര്യൻ്റെ സ്മരണ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടിയാണ് 100ാം ജന്മവാർഷികം ഞങ്ങൾ ഒരു തരത്തിൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം വാങ്ങാതെ പറയാതെ പോകുന്ന ആ മനസ്ഥിതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പല സ്ഥലത്തും കഥകളിക്ക് ഇക്കൊല്ലം ഒരു വർഷം കഥകളിക്ക് പ്രതിഫലം വാങ്ങുന്നില്ല എന്ന് ഒരു സമർപ്പണമായിട്ട് ചെയ്തത്. ഇങ്ങനെ കുറച്ചെങ്കിലും ഞാൻ പറഞ്ഞത് മുഴുവൻ ചന്ദ്രമോഹൻ നടേശൻ്റെ കുട്ടിൻ്റെ മാത്രമല്ല, ഈ ചന്ദ്രമോഹൻ നടേശൻ്റെ എന്ന ഗുരുനാഥൻ്റെ ഗുണങ്ങൾ മുഴുവൻ പറയാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊട്ടുകാരൻ ഉണ്ടായത്, ഇങ്ങനെയാണ് കൊട്ടുകാരൻ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കൊട്ടുകാർ ആവണം എന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നാൻ സാധിച്ചാൽ അത് ഞങ്ങൾക്ക് ആശാൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആലോചിച്ചത്. എങ്ങനെയായാലും തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ ചന്ദ്രമോഹൻ നടേശൻ നിരവധി വേഷങ്ങൾക്ക് കൊട്ടിയ കൊട്ടുകൾ എൻ്റെ റീജൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന കാലത്ത് നിറഞ്ഞ കഥകളിക്ക് പുറപ്പാട് മേളപ്പദവും, അത് കഴിഞ്ഞ് 2ാം ദിവസവും, കഴിഞ്ഞ് ബാലിവീശ്യവും, അത് കഴിഞ്ഞ് നരകാസുരവും ദുര്യോധനോധവും തുടങ്ങിയിട്ടുള്ള കഥകൾക്ക് കൊട്ടിയ കൊട്ടുകൾ ഓർമ്മയുണ്ട്. അത്തരമൊരു വേദിയിൽ ഈ ചന്ദ്രമോഹൻ നടേശനെക്കുറിച്ച് പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും TS മാധവൻകുട്ടിയേട്ടൻ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഞാൻ TSന് കോട്ടയ്ക്കൽ കുട്ടമാരാശാൻ്റെ ഒരു കൊട്ടിൻ്റെ സ്വാദും ഗുണങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടമാരാശാൻ്റെ കൊട്ടിൽ നിന്ന് ധാരാളം വ്യത്യാസങ്ങൾ ചന്ദ്രമോഹൻ നടേശൻ്റെ കൊട്ടിൽ അദ്ദേഹം സ്വയം ആർജിച്ചെടുത്ത് ഉണ്ടാക്കി രൂപാന്തരം പ്രാപിച്ചതാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ കഥകളി കൊട്ട് ശൈലി. അത് ചന്ദ്രമോഹൻ നടേശൻ്റെ പ്രയത്നത്തിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. മുൻകാല ആചാര്യന്മാരിന് ധാരാളം വ്യത്യാസം ഇവരുള്ള കാലത്തുണ്ടായിട്ടുണ്ട്. ഇവർക്ക് ശേഷം പിന്നീടും ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും മാറുകയും ചെയ്യും. എങ്ങനെയും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും ഇത് കേട്ട് ഇരുന്നതിന് നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പല്ലശനയ്ക്ക് ജനുവരി 15-ാം തീയതി എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അനുസ്മരണത്തിന് ആശാനെ വിളിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു കളിയുണ്ട്, കളിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ആശാൻ എന്നോട് തമാശയായിട്ട് പറഞ്ഞത് കളിക്കും കാര്യത്തിനൊക്കെ കൂടാന്നാണ് ആശാൻ പറഞ്ഞത്. കളിക്കും കാര്യത്തിനൊക്കെ ഉണ്ടാവാടോ എന്ന് പറഞ്ഞിരുന്ന ഉണ്ണീകൃഷ്ണ ആശാൻ